കുറേ ദിവസമായിട്ട് നമ്മുടെ ചർച്ച മൊത്തം CUET പറ്റിയാണ്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്താണ്, അതെങ്ങനെയാണ്, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക്, അതുപോലെ പാരൻസിന്, ടീച്ചേഴ്സിന് ഒക്കെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു ധാരണയില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ ആർക്കും വലിയ ധാരണയൊന്നുമില്ല. എന്തിന് നമ്മുടെ UGC ചെയർപേഴ്സണ് പോലും ധാരണയൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ ഒരു അഭ്യർത്ഥന മാനിച്ച് പുള്ളി നമ്മുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒപ്പം സെഷനിലുണ്ട്. പുള്ളി നമ്മുടെ അടുത്ത് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും പുള്ളി ഡൽഹിയിൽ എവിടെയോ ഇരുന്നിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള സംശയങ്ങളെല്ലാം ചോദിക്കാനുള്ളൊരു അവസരമാണിത്. ഞാൻ ചോദിക്കുന്ന മലയാളത്തിലും പുള്ളി ആൻസർ പറയുന്നത് ഫുള്ള് ഹിന്ദിയിലും ആയിരിക്കും. പിന്നെ ഞാൻ നവോദയയിലൊക്കെ പഠിച്ചുകൊണ്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചതുകൊണ്ടും ഞാനത് നിങ്ങൾക്ക് വേണ്ടി എനിക്കറിയാവുന്ന ഹിന്ദി മലയാളമാക്കി തരുന്നതായിരിക്കും. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതുപോലെ CUETയുടെ ഇങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസും HSCയുടെ വീഡിയോസും എല്ലാം കിട്ടാൻ വേണ്ടി അപ്ഡേറ്റ്സ് എല്ലാം ആദ്യം തന്നെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ UGC ചെയർപേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്, M. ജഗദേഷ് കുമാർ. നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്രയും പെട്ടെന്ന് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ M. ജഗദേഷ് കുമാർ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ, ഭയങ്കര തിരക്കുള്ള വ്യക്തിയാണ്, നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം ചോദിക്കാം. അപ്പോൾ ഈ ഒരു +2 ബോർഡ് മാർക്സ് യൂസ് ചെയ്യാതെ, അതായത് അത് വെച്ചിട്ടല്ലേ ഈ വട്ടം DU പോലുള്ള യൂണിവേഴ്സിറ്റികളിലേക്കൊന്നും അഡ്മിഷൻ എടുക്കുന്നത് അവർ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണോ CUET इंट्रोड्यूस ചെയ്തത്? अलग अलग तरीक़ा से मार्क्स देते हैं. कुछ बोर्ड्स में ज़्यादा मार्क्स आते हैं, कुछ बोर्ड्स में कम मार्क्स आते हैं. और स्काई रैकेटिंग 98%, 99% स्कोर लाना ये स्टूडेंट्स को बहुत स्ट्रेसफुल होता है. और इसके बाद कुछ यूनिवर्सिटी ने इनका अपनी एंट्रेंस कंडक्ट करते हैं और स्टूडेंट्स अलग अलग यूनिवर्सिटी के पास जाके वो एंट्रेंस लिखना पड़ता है. ये पूरा बहुत स्ट्रेसफुल है. इसलिए स्ट्रेस निकालने के लिए और इक्वल प्लेइंग ग्राउंड फील्ड प्रोवाइड करने के लिए हम CUET को इम्प्लीमेंट किया. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവർ CUET ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിലൊരു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഇത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് വിദ്യാർത്ഥികളിൽ. പിന്നെ ഈ കട്ട് ഓഫ് 98, 99 മാത്രമുള്ളവർക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നൊക്കെയുള്ള പറഞ്ഞ് കൃത്യമായ ഉദ്ദേശങ്ങൾ അവർക്കുണ്ടെങ്കിലും അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഒരു കാരണങ്ങളാലൊക്കെയാണ് ഈ ഒരു ടൈറ്റിൽ റേസ് അല്ലെങ്കിൽ ഈ ഒരു മാർക്കിന് വേണ്ടിയുള്ള ഓട്ടം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു മൂവാണ് CUET എന്നുള്ളതാണ് നമ്മുടെ ചെയർപേഴ്സൺ പറയാനുള്ളത്. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ചെയർപേഴ്സൺ നിങ്ങൾ പറയണം, അതായത് ഈ +2 ബോർഡ് എക്സാം വെച്ചിട്ട് നമുക്കൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുന്നില്ല, നമുക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബോർഡ് എക്സാം ഒക്കെ എഴുതുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? देखिए, अलग अलग यूनिवर्सिटी क्वालिफाइंग मार्क्स फिक्स करेगा. 60% हो, 70% हो. एक क्वालिफाइंग मार्क्स क्रॉस करने के बाद ही आप एलिजिबल होगा अप्लाई करने के लिए. और इसके बाद सिर्फ CUET स्कोर के बेसिस पे एडमिशन होगा. उसीलिए बहुत 12th स्टैंडर्ड पढ़ना है और CUET को भी आप पढ़ना है. लेकिन देखिए आजकल क्या हो रहे हैं, जब हम एग्ज़ाम्स के लिए बात करते हैं, सिर्फ स्कोरिंग के लिए 98% आया है नहीं, 99% आया है नहीं, वो बात करते हैं. लेकिन हम पेरेंट्स और एजुकेटर्स स्टूडेंट्स को सेंसिटाइज करना है. स्टूडेंट्स लर्निंग के ऊपर फोकस करना है. जब गुड लर्नर होता है स्कूल सिस्टम में, कॉलेज में एडमिट होने के बाद वो लर्निंग प्रोसेस को कंटिन्यू कर सकते हैं. आजकल लाइफ लॉन्ग लर्नर होना बहुत ज़रूर है. വലിയ വലിയ കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ആ വലിയ കാര്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, +2 ബോർഡ് എക്സാം മാർക്സ് എന്ന് പറയുന്നത് CUETയെ സംബന്ധിച്ച് CUET എഴുതാനുള്ളൊരു എലിജിബിലിറ്റിയെ മാത്രം മാറുകയാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു പരീക്ഷ എഴുതുകയാണെങ്കിൽ ബോർഡ് എക്സാമിൽ CUET എഴുതുകയാണെങ്കിൽ എനിക്ക് ബോർഡ് എക്സാമിൽ 60% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് CUET എഴുതാം. അപ്പം അങ്ങനെ ഒരു പരീക്ഷ അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് അങ്ങനെ ഒരു നിലവാരത്തിലേക്കാണ് CUET കൊണ്ടുപോകുന്നത്. അതിലൊന്നും പുള്ളി പ്രത്യേകിച്ചൊരു വേറെ അതിനെപ്പറ്റി അധികമായിട്ടൊന്നും പറയുന്നില്ല. അഡ്മിഷൻസ് എല്ലാം തന്നെ CUET സ്കോർ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ പുള്ളി പറയുന്നൊരു കാര്യം, ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലാണ് നിങ്ങളുടെ ഫോക്കസ് വേണ്ടത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതൊക്കെ ശരി വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും? അതായത് CUET എങ്ങനെയോ ആട്ടെ, പക്ഷേ ഇനിയിപ്പോൾ അത് വന്ന സ്ഥിതിക്ക് എക്സാം പാറ്റേൺ ഞങ്ങളുടെ കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഞങ്ങളുടെ സ്റ്റുഡൻസിന് പാരൻസിനൊക്കെ അറിയാൻ താല്പര്യമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. എക്സാം പാറ്റേൺ, അതുപോലെ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ്, ഈ ക്വസ്റ്റ്യൻസ് എന്ത് ടൈപ്പ് ആയിരിക്കും, ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? देखिए, CUET एक कंप्यूटर बेस्ड टेस्ट है. मल्टीपल चॉइस क्वेश्चंस होगा इसमें और 27 डोमेन सब्जेक्ट्स में हम एग्ज़ाम कंडक्ट करेंगे. स्टूडेंट्स अप टू 6 डोमेन सब्जेक्ट्स में एग्ज़ाम लिख सकते हैं और 13 लैंग्वेजेस में
एग्ज़ाम लिख सकते हैं। एक तो इंग्लिश है और 12 इंडियन लैंग्वेजेस। उसलिए जो स्टूडेंट्स रूरल बैकग्राउंड से आएगा, रिमोट एरिया से आएगा, जो पब्लिक स्कूल्स में नहीं पढ़ा, ये सबको मौका मिलेगा अपनी लैंग्वेजेस में एक टेस्ट करने का। और एक लैंग्वेज टेस्ट लिखना है और अप टू 6 डोमेन सब्जेक्ट्स को लिख सकते हैं स्टूडेंट्स। और एक जनरल पेपर भी होता है। कुछ यूनिवर्सिटीज़ में डोमेन सब्जेक्ट्स के बेसिस पर एडमिशन नहीं होता है, एक जनरल टेस्ट के बेसिस पे होता है। तो कुछ यूनिवर्सिटी का ये रिक्वायरमेंट है तो कैंडिडेट्स स्टूडेंट्स ये एग्ज़ाम भी लिख सकते हैं। और कुछ यूनिवर्सिटीज़ में लैंग्वेज प्रोग्राम्स हैं अंडर ग्रेजुएट में, बीए फ्रेंच हो, बीए जर्मन हो, वो कोर्सेज में एडमिशन चाहिए तो एक इंटरनेशनल लैंग्वेजेस में भी स्टूडेंट्स लिख सकते हैं। CUET 2 फेसेस में होगा। फर्स्ट फेज में स्टूडेंट लिख सकते हैं एक लैंग्वेज पेपर और 2 डोमेन सब्जेक्ट्स पेपर और एक जनरल टेस्ट लिख सकते हैं। और दूसरा फेज में वो 4 घंटे का होगा दोनों। और दूसरा फेज में 4 डोमेन सब्जेक्ट्स लिख सकते हैं और एक फॉरेन लैंग्वेज पेपर भी लिख सकते हैं। വീണ്ടും കുറേ കാര്യങ്ങൾ, വലിയ കാര്യങ്ങളാണ് ഫുള്ള് പറച്ചിൽ കേട്ടോ. ഇതിനു മുമ്പ് നടത്തിയിട്ടില്ല എന്നുള്ള ബോധമൊന്നും ഇവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പറഞ്ഞ പോലെ വന്നു പെട്ടു, ഇനിയിപ്പം കാര്യങ്ങളറിയാം. അതിൽ പറയുന്നത് നമുക്ക് 27ഓളം ടോപ്പിക്സ്, 27ഓളം സബ്ജക്റ്റുകളിൽ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ അവർ നൽകുന്നുണ്ട്. പിന്നെ ഈ ഒരു ടെസ്റ്റ് എന്നുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പെൻ ആൻഡ് പേപ്പർ അതായിരുന്നു മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 27 സബ്ജക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ 27 പോയി എഴുതാനൊന്നും പറ്റൂല, അത് മനസ്സിലാക്കുക. വെറും 6 എണ്ണമാണ് എഴുതാൻ പറ്റുക. വെറും 6 എണ്ണം എന്ന് പറയണോ അതോ 6 എണ്ണം വരെ എഴുതാമെന്ന് പറയണോ എന്നൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നത്. പക്ഷേ 6 എണ്ണമാണ് മാക്സിമം എഴുതാൻ പറ്റിയ ഒരാൾക്ക്. പിന്നെ ഇത് 13ഓളം ലാംഗ്വേജസിൽ, മലയാളം അടക്കമുള്ള 13 ലാംഗ്വേജുകളിൽ, മലയാളം ഇംഗ്ലീഷും ഉണ്ട്, ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് അങ്ങ് എഴുതിയാൽ മതി. ലാംഗ്വേജ് ടെസ്റ്റും പറഞ്ഞൊരു ടെസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ പറയുന്നത് 2 ഫേസായിട്ടായിരിക്കും പരീക്ഷ നടത്തുക. അപ്പോൾ ആദ്യ ഫേസിൽ വരുന്നത് ലാംഗ്വേജ് ടെസ്റ്റും ആ ജനറൽ ആപ്റ്റിറ്റ്യൂഡും, അതുപോലെ 2 ഡൊമൈൻ സ്പെസിഫിക്, ഇത് 2 വെച്ചാൽ 2 ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരിക. അപ്പം ഫസ്റ്റ് ഫേസ് 1 വരുന്നത് ഒരു 2 ഡൊമൈൻ സ്പെസിഫിക് ടെസ്റ്റ്, അതുപോലെ നമ്മുടെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പിന്നെ ഒരു ലാംഗ്വേജ് ടെസ്റ്റും. ഇത് 3ഉം ഫേസ് 1 വരും. ഫേസ് 2 വരുന്നത് ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, അതായത് ബാക്കി ഫോറിൻ ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ, അപ്പോൾ ഈ ഫ്രഞ്ച്, പോർച്ചുഗീസ്, അറബിക്ക്, അങ്ങനെ വെറൈറ്റി ഭാഷകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിന് വെറൈറ്റി ഒരു പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട്. അതിന് പുറമെ അതിൽ വരുന്നൊരു ഓപ്ഷൻ ഈ 6 സബ്ജക്റ്റ് സ്പെസിഫിക് അല്ലെങ്കിൽ ഡൊമൈൻ സ്പെസിഫിക് എന്ന് പറഞ്ഞ് ആ 6ൽ 2 എണ്ണേ നിങ്ങൾ അറ്റ് എ ടൈം എഴുതുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 4 എണ്ണം നിങ്ങൾ ഈ ഒരു ഫേസ് 2ലാണ് എഴുതുക. അത് ഓപ്ഷനിലായതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ടൈമിങ്സിനെ പറ്റി പുള്ളി പറയുന്നുണ്ട്, പക്ഷേ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പറക്കും. 4 hours ഈച്ച് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുള്ളി 4 ആണോ ഉദ്ദേശിച്ചത് അതോ 2 ആണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. അത് വ്യക്തമാകുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തിച്ചു തരുന്നതായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിലൊരു കൃത്യമായിട്ടൊരു അഭിപ്രായമൊന്നും അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വിവരം പറയാനുള്ള മാത്രമൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി അത് പറഞ്ഞ് പുള്ളി വേറെ ഏതോ വഴിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നും വിചാരിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളത് ഈ ഒരു വിവരമാണ്. 13 ലാംഗ്വേജ്, അതുപോലെ റൂറൽ സ്റ്റുഡൻസിന് CBT ഒക്കെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. വേറെ പാരൻസ് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ഞാനിപ്പോൾ നമ്മുടെ ചെയർപേഴ്സണോട് ചോദിക്കാം. അതായത് ഈ ഒരു എക്സാം നടത്തി എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ എക്സാം നടത്തിയിട്ട് എങ്ങനെയായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക? അതായത് ഈ ഒരു സ്കോർ വെച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലും എന്തെങ്കിലും രീതി പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഓൾറെഡി? अब तो 12th स्टैंडर्ड मार्क्स का कट ऑफ नहीं देखेंगे। 12th स्टैंडर्ड का मार्क्स को हम सिर्फ एलिजिबिलिटी क्राइटेरिया जैसा देखते हैं। स्टूडेंट CUET स्कोर आने के बाद अलग अलग यूनिवर्सिटी को अप्लाई कर सकते हैं, इसमें कोई लिमिट नहीं है, ठीक है। और जो यूनिवर्सिटी में अप्लाई करने के बाद यूनिवर्सिटी एक मेरिट लिस्ट बनेगा और ए मेरिट लिस्ट के बेसिस पर एडमिशन हो जाएगा। और ऐसा भी हो सकता है एक स्टूडेंट ने 6 यूनिवर्सिटी में अप्लाई किया और 6 यूनिवर्सिटी में एडमिशन मिला, लेकिन स्टूडेंट एक ही यूनिवर्सिटी को चूज़ करेगा और दूसरा 5 यूनिवर्सिटीज़ में वैकेंसीज आएगा। तो हम ये कह रहे हैं कि आप फर्स्ट लिस्ट चालू कीजिए और इसके बाद जो वैकेंसीज आया सेकंड लिस्ट चालू कीजिए, थर्ड लिस्ट चालू कीजिए until you fill up all the vacancy positions. നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചാലും കറങ്ങി തിരിഞ്ഞല്ല ഒരേ ഉത്തരത്തിലേക്ക് വരുന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ ചെയർപേഴ്സൺ നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇതേ ഉത്തരം, അതായത് പുള്ളി ആദ്യം പറഞ്ഞു തുടങ്ങുന്നതന്നെ ഇതാണ്, +2 ബോർഡ് എക്സാം മാർക്ക് വെച്ചിട്ടായിരിക്കില്ല ഇവിടുത്തെ അഡ്മിഷൻ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പുള്ളി പറഞ്ഞോട്ടെ. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം CUET സ്കോർ വെച്ചിട്ടായിരിക്കും
എല്ലായിടത്തും അഡ്മിഷൻ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ. അതും നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും പുള്ളി പറഞ്ഞോട്ടെ. വെറൈറ്റി ആയിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യം ഇതാണ്, ലിസ്റ്റ് വൈസ് ആയിട്ടായിരിക്കും. അതായത് നമ്മുടെ കോളേജുകളിലൊക്കെ പുള്ളി ഭയങ്കര കാര്യമായിട്ടാണ് ഈ സംഭവം പറയുന്നതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടവരായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ 10ഉം +2 ഒക്കെ ഈ ഒരു ബേസിസിൽ തന്നെയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതായത് കോളേജിൽ പോകുമ്പോഴും ഒക്കെ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അപ്പോൾ അതുപോലെ സ്കോർ വെച്ചിട്ട് ഈ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോളേജിലേക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചും കിട്ടുന്ന കോഴ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അപ്ലൈ ചെയ്യുന്ന, ഇപ്പം ചോദിക്കുന്ന 6 കോളേജിൽ മാത്രമാണോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അപ്പം ഈ ഒരു ഇത്ര കോളേജ് കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ പോയി എടുക്കാം. ഇനി 6ലും കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഒരു കോളേജിലേ പോകാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുമ്പോൾ ബാക്കി ആ 5 ഇടത്തും വേക്കൻസി വരും. അത് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആയിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിന് കയറാം. ആ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ജഗദേഷ് കുമാർ പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സംശയമുള്ള കാര്യം ഈ 6 യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് പുള്ളിയോട് നേരിട്ട് ചോദിക്കാം, കൂടെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു 6 യൂണിവേഴ്സിറ്റി അതിൻ്റെ കണക്ക് എന്താണ്? അപ്പോൾ ഒരു കുട്ടിക്ക് 6 യൂണിവേഴ്സിറ്റിയാണോ മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുക? 6 नहीं, पूरा 45 सेंट्रल यूनिवर्सिटीज़ को भी अप्लाई कर सकते हैं. आजकल तो पूरा ऑनलाइन प्रोसेस है. और एक बात मैं आपको बताना चाहता हूँ कि हम 6 डोमेन सब्जेक्ट्स में लिखने के लिए सुविधा किया इस बार टू प्रोवाइड मच मोर ऑप्शंस टू द स्टूडेंट्स. ये वो एक बात है. और दूसरा, हम इंडियन लैंग्वेजेस में भी हम ये एग्ज़ाम को कंडक्ट कर रहे हैं. और तीसरा, एनटीए कोशिश करेगा रूरल एरियाज़ में, रिमोट एरियाज़ में भी टेस्ट सेंटर्स को रखने के लिए, so that even the students coming from remote areas will have access to the test center. പിന്നെയും കുറേ വലിയ കാര്യങ്ങളാണ്. നമ്മുടെ ഡൗട്ട് ഏതായാലും തീർന്നു കിട്ടി. 6 യൂണിവേഴ്സിറ്റിയിലേക്കാണോ ഒരു കുട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക? അല്ല, 45ഓ അതിലേറെയോ യൂണിവേഴ്സിറ്റികളിലേക്ക് ഒരു കുട്ടിക്ക് ഒരേ സമയം തൻ്റെ മാർക്ക് വെച്ച്, സ്കോർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലേതെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ. പിന്നെ പുള്ളി പറയുന്ന കാര്യം, ഈ 27 സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര ഓപ്ഷൻസ് കൂടുകയാണ് കുട്ടികൾക്ക്. അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കത് ഓപ്ഷൻസ് ആണോ അതോ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണോ, അതൊക്കെ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഞാൻ പുള്ളി പറഞ്ഞ അതുപോലെ വളരെ പക്കാ ട്രാൻസ്ലേഷനാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ 27 സബ്ജക്ട്സ് എന്നുള്ളത് നിങ്ങൾക്കുള്ള ഓപ്ഷനായിട്ടാണ് പുള്ളി തന്നിരിക്കുന്നത്, അല്ലെ UGC തന്നിരിക്കുന്നത്, പുള്ളി അല്ല കേട്ടോ. അപ്പോൾ UGC തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 13 ലാംഗ്വേജിൽ എഴുതാം. ഇതൊക്കെ തന്നെ പുള്ളി വീണ്ടും പറയുന്നത്. പോരാത്തതിന് ഈ വട്ടവും പുള്ളി എന്തെങ്കിലുമൊക്കെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി സാധനം ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെറൈറ്റി ആയിട്ട് വരുന്നത് ഇതാണ്, റൂറൽ ഏരിയാസിലേക്ക് കൂടുതൽ എക്സാം സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഗ്രാമപ്രദേശങ്ങളിലും ഈ CBT എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ എക്സാമിനെ മാറ്റും, അല്ലെങ്കിൽ ഈ ഒരു രീതിയെ മാറ്റും എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതോടുകൂടി നമ്മുടെ റൂറൽ ഏരിയാസിലെ ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്, ഈ റൂറൽ ഏരിയ എന്ന് പറയുമ്പോൾ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ അർബൻ ഏരിയാസ് പോലും +2 ഒരു കുട്ടിയൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒരു CBT എക്സാം എഴുതുന്നത്. ഈ ഒരു CUET എന്നുള്ള എക്സാം എഴുതുന്നത് ചിലപ്പോൾ അവരുടെ ആദ്യത്തെ CBT എക്സാം ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഈ CBT. അപ്പോൾ ഈ CBT റൂറൽ ഏരിയാസിലേക്ക് കൊണ്ടുപോകുന്ന പറയുമ്പോൾ നമ്മൾ ആരെയും ചെറുതാക്കി പറയുകയോ കുറച്ച് പറയുകയോ ഒന്നുമല്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരുപാട് ഗവൺമെൻറ് സ്കൂളുകൾ അല്ലെങ്കിൽ ഒരുപാട് റൂറൽ സ്കൂളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്തായിരിക്കും ഇതിൻ്റെ ഒരു നിലപാട് എന്നുള്ളത് നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചറിയാം. കാരണം പുള്ളി അവരെ ശരിക്കും ഇത് ഹെൽപ്പ് ചെയ്യുമോ ഈ CBT എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അതാണ് അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പറഞ്ഞു റൂറൽ ഏരിയാസിനെ പറ്റി. അപ്പോൾ റൂറൽ ഏരിയാസിലെ കുട്ടികൾക്ക് ഇത് ശരിക്കും ഒരു അനുഗ്രഹമായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമോ, അതോ അവർക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റിയുടെ ഇല്ലാതാവുന്ന ഒരു അവസരമായിരിക്കുമോ? देखिए, आप आजकल बच्चों को देखना है, बहुत स्मार्ट बच्चों हैं जो स्मार्टफोन यूज़ करते हैं. वो कंप्यूटर बेस्ड टेस्ट बहुत आसान से लिख सकते हैं. इसमें आप कीबोर्ड यूज़ करने का कोई ज़रूरत नहीं है. सिर्फ आप माउस यूज़ करके जो सही आंसर है इसके ऊपर क्लिक करना है, बस इतना ही है. लेकिन इसमें कोई डिफ़िकल्ट काम तो है ही नहीं. പറയുന്നത് നിങ്ങളും കേട്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബോധവും വിളിയൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വലിയ കാര്യമാണ് ഉപരി പറയുന്നത്. പുള്ളി പറയുന്നത് മൗസ് കൊണ്ട് പോയി ക്ലിക്ക് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. അത്രയും വിവരമില്ലാത്ത നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര സ്മാർട്ടാണ്. അതിലെനിക്കും വിയോജിപ്പൊന്നുമില്ല, പിള്ളേരൊക്കെ സ്മാർട്ട് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പരീക്ഷ ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ അത് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിയുടെ മറുപടി ഇങ്ങനെയാണ്. അത് ഇതുപോലെ തന്നെ അത് നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ എന്തായാലും പുള്ളി പറയുന്നത് ഇതാണ്, നമ്മുടെ പിള്ളേർ സ്മാർട്ടാണ്, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ പരീക്ഷയൊന്നും നമ്മുടെ ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികളെ, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ ഒന്നും ഈ ഒരു പരീക്ഷയുടെ മോഡും ഈ പരീക്ഷയുടെ ഒരു രീതിയൊന്നും ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ചെയർപേഴ്സൻ്റെ അഭിപ്രായം. എക്സാം എളുപ്പമാവുകയോ ഇല്ലയോ, അതുപോലെ നമ്മുടെ റൂറൽ ഏരിയാസിലെ കുട്ടികൾക്ക് ഒരുപാട്
ഓപ്ഷൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയണം. അതിനിടയ്ക്ക് ചോദിക്കാനുള്ള ഇതൊക്കെ ആണെങ്കിലും നമുക്കിത് വന്നു കഴിഞ്ഞു. ഞാൻ വീണ്ടും പറയുകയാണ്, യാഥാർത്ഥ്യം റിയാലിറ്റിയിൽ CUET ഉണ്ട്. പഠിക്കണമെങ്കിൽ CUET എഴുതണം, നല്ല സ്കോർ വാങ്ങണം. അതാണ് അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥ വെച്ചിട്ട് CUET എഴുതണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ആദ്യം അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയർപേഴ്സൺ? നമ്മൾ എങ്ങനെയാണ് ഈ CUETക്ക് അപ്ലൈ ചെയ്യുന്നത്? NTA वेबसाइट पे स्टूडेंट्स ने जाके रजिस्ट्रेशन कर सकते हैं. 1 अप्रैल से ये रजिस्ट्रेशन प्रोसेस शुरू होगा और 1 जुलाई में CUET टेस्ट को हम कंडक्ट करेंगे. അത് നിങ്ങളും കേട്ടു എന്തൊക്കെയാണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഞാൻ ഇതിനോടകം ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ NTA സൈറ്റിലാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ CUET എഴുതാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് NTA പോയിട്ടാണ് നിങ്ങളുടെ എക്സാം അല്ലെങ്കിൽ ഈ CUETക്കുള്ള ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്. NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോവുക, അവിടെ ഓപ്ഷൻ വരും. എപ്പം? ഏപ്രിൽ 1 തൊട്ട്. പക്ഷേ എന്നാലും 1-ാം തീയതി വന്നിട്ടില്ല, അതുകൊണ്ട് പിന്നെ എഴുതാതിരിക്കുന്നുള്ള അവസ്ഥയിലേക്ക് ആരും പോകരുത്. 1-ാം തീയതിയോ 2-ാം തീയതി, ഇനിയിപ്പം 10-ാം തീയതി വന്നാൽ പോലും NTA സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണാം, അപ്ലൈ ചെയ്യുക. എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ 1 എന്നാണ് പുള്ളി പറയുന്നത്. അത് ജൂലൈ 1st വീക്ക് ആക്കി നമ്മൾ മാറ്റുന്നു. 1st വീക്ക് അല്ല 2nd വീക്ക്. ഇനിയിപ്പോൾ ജൂലൈ 3rd വീക്ക് ആണെങ്കിലും ആയിക്കോട്ടെ, അപ്ലൈ ചെയ്ത എക്സാമിന് വൃത്തിക്ക് പോയി പരീക്ഷ എഴുതുക. ഇനിയിപ്പം കടുംപിടുത്തം നമുക്ക് പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അല്ല. എങ്കിൽ പോലും നല്ലപോലെ പഠിച്ചിട്ട് പരീക്ഷ എഴുതേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ടൈമൊക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ജഗദേഷ് കുമാർ നമ്മോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ വിട്ടുപോയിട്ടുണ്ടോയെന്നൊന്ന് ഞാൻ ആലോചിക്കട്ടെ. ഒന്ന് കിട്ടിയിട്ടുണ്ട്, അതിപ്പോൾ നമുക്ക് ചോദിക്കാം. ഒരു 5 മിനിറ്റ് കൂടെ. അതായത് നമ്മുടെ ഈ ഞാൻ പറഞ്ഞു കുട്ടികൾ ഇതിനുവേണ്ടി കുറേ കാലമായി കാത്തിരിക്കുന്നു. കഴിഞ്ഞ വട്ടം വരുമെന്ന് പറഞ്ഞു, എന്നിട്ട് വന്നില്ല. എന്നിട്ട് അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ അഡ്മിഷൻ എടുത്ത് പോയി. അപ്പോൾ ഈ വട്ടം ഇത് വന്നപ്പോൾ ബോർഡ് എക്സാംസിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അത് പുതിയൊരു സംഭവമാണ്. കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവുന്നത് ഭയങ്കര സാധാരണമാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു പാറ്റേണിൽ നിരാശരാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിരാശയ്ക്ക് വകയുള്ള ഒന്നാണോ ഈ ഒരു CUET फॉर्मेट? देखिए, ये +2 मार्क्स का स्कोरिंग का एडमिशन जो है बहुत स्ट्रेसफुल है. CUET आने के बाद ये स्ट्रेस तो आपको कम हो जाएगा. ये मेरा मैसेज है कि आप मार्क्स पे ध्यान रखने का इतना ज़रूरत नहीं है. 98%, 99%. आप लर्निंग के ऊपर आप ध्यान रखिए. लाइफ लॉन्ग लर्नर होना बहुत इम्पॉर्टेंट है. ये मेरा मैसेज है. इसमें निराश होने का कोई ज़रूरत नहीं है. आपको बहुत अपॉर्चुनिटीज़ मिलेगा. एक CUET लिख के आप 45 सेंट्रल यूनिवर्सिटी में आप अप्लाई कर सकते हैं. तो इसमें ये तो बहुत अच्छी स्टूडेंट फ्रेंडली रिफॉर्म है. मैं उम्मीद करता हूँ कि ऑल्दो इट इज़ कंपल्सरी फॉर ऑल द 45 सेंट्रल यूनिवर्सिटीज़, it is also our social responsibility for every educational institute to adopt CUET, because आजकल तो इतना स्ट्रेस है स्टूडेंट्स का माइंड में. ये स्ट्रेस निकालने के लिए हम CUET को इंट्रोड्यूस किया. तो why should any university keep away from CUET? Because it is for the welfare of the students. കേട്ടല്ലോ, നിരാശയെ വേണ്ട. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ഫോർമാറ്റും ഏറ്റവും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എക്സാം കൂടിയായിരിക്കും CUET എന്നുള്ളതാണ് പുള്ളി അവസാനം പറഞ്ഞു വെക്കുന്നത്. സ്റ്റുഡൻസ് ഒരുപാട് സ്ട്രെസ്സിലാണ്. ഈ CUET വരുന്നതോടുകൂടി ആ സ്ട്രെസ്സെല്ലാം മാറും. നമുക്ക് കണ്ടറിയാം, കാരണം ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് മാറുമെന്നോ മാറില്ലെന്നോ തേച്ച് പറയാനുള്ളൊരു അധികാരം എനിക്കില്ലതാനും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടറിയാം. പിന്നെ പറയുന്ന കാര്യമാണ് വെൽഫെയർ ഓഫ് ദ സ്റ്റുഡൻസ്. സ്റ്റുഡൻസിൻ്റെ നന്മ ആലോചിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു സംഭവമാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി, വെൽഫെയർ ഓഫ് ദ സ്റ്റുഡൻസ് എന്നുള്ള വലിയ വലിയ പദങ്ങളൊക്കെയാണ് നമ്മുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള UGC ചെയർപേഴ്സൺ ആയിട്ടുള്ള ജഗദേഷ് കുമാർ നമ്മളോടിപ്പം ഷെയർ ചെയ്തിട്ടുള്ളത്. ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും പുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് 45ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരൊറ്റ പരീക്ഷ എഴുതി കിട്ടുന്നത്, അത് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഒറ്റ എക്സാം അത് നല്ലപോലെ ഏസ് ചെയ്ത് കഴിഞ്ഞാൽ, നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ, നല്ലപോലെ അടിപൊളിയാക്കി എഴുതി കഴിഞ്ഞാൽ 45ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും, പ്ലസ് അതും അദ്ദേഹം പറഞ്ഞു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ആർക്കും ഇനി CUET നോ പറയേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതൊക്കെയാണ് പുള്ളിയുടെ വാദഗതികൾ. അതും ഞാൻ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു, എന്താണ് ഏതാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ നമ്മളോട് ഇത്രയും നേരം നമ്മുടെ ഒപ്പം ഇരുന്ന് നമ്മുടെ ഡൗട്ട്സ്, നമ്മുടെ പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഒക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സഹായിച്ച ജഗദേഷ് കുമാർ, താങ്കൾക്ക് ഒരുപാട് നന്ദി. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അപ്പോൾ തൽക്കാലം താങ്ക് യു. You focus on learning, not on getting 98 and 99%. So this is my message. അപ്പം നമുക്ക് വേണ്ട വിവരങ്ങളൊക്കെ നമുക്ക് പുള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം. കാരണം
നമ്മൾ ജഗദീഷ് കുമാറിനെ തന്നെ വിളിച്ച് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. UGC ചെയർപേഴ്സൺ ജഗദീഷ് കുമാറിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലെടുത്ത് വെക്കുക. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് നിങ്ങൾക്ക് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറയാവുന്നതാണ്. അതിലെന്തെങ്കിലും മാറ്റങ്ങളുടെ നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. പിന്നെ ഇത് ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ അല്ലെങ്കിൽ ഒരു വെറൈറ്റി പരിപാടി എന്നുള്ള രീതിക്ക് ഞാൻ ചെയ്തതാണ്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. പിന്നെ ഈ ഹ്യൂമേഴ്സ് അസൈഡ് പറയാനുള്ളത് നമ്മുടെ CUET ഡേറ്റ്സ് എല്ലാം വന്നു കഴിഞ്ഞു. ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, രീതി എങ്ങനെയാണ്, ഇതെല്ലാം ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പുറത്ത് വരുന്നുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. സോ ഇപ്പം നമുക്ക് വേണ്ടത് പ്രിപ്പറേഷൻ തന്നെയാണ്. നല്ലപോലെ പഠിക്കുക. പുള്ളി പറയുന്ന ചില കാര്യങ്ങളോടൊക്കെ, അതായത് ബോർഡ് എക്സാംസ് ഒന്നും ഒരു കാര്യമില്ല, ബോർഡ് എക്സാംസ് എല്ലാം നല്ലപോലെ പഠിക്കുക, ലേണിംഗ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. കാരണം ബോർഡ് എക്സാംസ് നല്ലപോലെ പഠിക്കുക, CUETക്ക് നല്ലപോലെ പഠിക്കുക, അതിലൊന്നും ഒരു കോംപ്രമൈസും നടത്തേണ്ട കാര്യമില്ല. പുള്ളി അങ്ങനെ പലതും പറയും, പുള്ളിക്ക് പറയാം, പുള്ളി UGC ചെയർപേഴ്സൺ ആണല്ലോ. പക്ഷേ വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് ഒരിക്കലും അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക. നല്ലപോലെ പഠിക്കുക, നല്ലപോലെ സ്കോർ ചെയ്യുക, നല്ല കോളേജിലേക്ക് എത്തുക. CUET HSCയെ പറ്റിയല്ല, എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ കമൻസ് നിങ്ങൾക്കറിയാം, രേഖപ്പെടുത്താം, നമ്മളുടെ ടീം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം CUET, HSCE അതുപോലെ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും അല്ലെങ്കിൽ അടുത്ത വീഡിയോ എത്തുന്നവരേക്കും പീസ് ഔട്ട്.